ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സംസിലി ഷെയറിംഗ്. ഇന്ന് ജസ്റ്റ് ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ. നമുക്ക് ഇന്ന് ചെയ്യാനുള്ള പണികളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ചെയ്ത് കൊടുത്തു. അതായത് സാറ്റർഡേ തന്നെ നമ്മുടെ മോസ്റ്റ് ഓഫ് ദി തിങ്സ് വെർ ഡൺ ആൻഡ് ഡസ്റ്റഡ്. നമ്മളുടെ ഗ്രോസറി ഷോപ്പിംഗ്, മാർക്കറ്റിൽ പോലും മീറ്റും ഫിഷൊക്കെ വാങ്ങുന്നതൊക്കെ നമ്മൾ സാറ്റർഡേ ഈവനിങ് തന്നെ ചെയ്തു. ആൻഡ് സൺഡേ വി ലിറ്ററലി വെ ഫ്രീ. നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഈവനിങ് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ടുഡേ ഫോർ ദ ലഞ്ച് വി ആർ ഗോയിങ് ടു എ പോപ്പുലർ റെസ്റ്റോറൻറ്റ്. ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പോപ്പുലർ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഈ ഒരു അടിപൊളി ഒരു ബിരിയാണി അവിടെ കിട്ടാനുണ്ട്. ആ ബിരിയാണി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ 200+ കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്തിട്ടാണ്. അറൗണ്ട് 1.5 hours നമ്മൾ എത്തും. പക്ഷേ അതായത് 2 and 4 കേട്ടോ. നമ്മൾ 110 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. ആൻഡ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ബന്ദാർശേരി ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രൂണയുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. ഇവിടുന്ന് തെറ്റിയിട്ട് KB കൊലാബലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിക്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ട് പോകുന്ന വ്ളോഗൊക്കെ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. പക്ഷേ ജസ്റ്റ് ടു റിമൈൻഡ് യു, ഇത് ഇവിടുന്ന് നമ്മുടെ കോഴിക്കോട് ടു കണ്ണൂർ ഡിസ്റ്റൻസ് ആണ്. അത്രയും കിലോമീറ്റേഴ്സ് അവേ ആണ്. പക്ഷെ നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഹൈവേയിൽ പോകുന്നതുകൊണ്ട് നമുക്കൊരു 1.5 മണിക്കൂറിൽ നമ്മൾ അവിടെ എത്തും. ഞാനാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. കുറച്ച് നേരം ബ്രിജ് ഓടിച്ചു. നമുക്ക് ഫ്യൂൽ അടിക്കാനുണ്ടായിരുന്നു. അതുവരെ ബ്രിജ് ഓടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഐ ജസ്റ്റ് ഓവർ. അത് കഴിഞ്ഞിട്ട് നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു. ഇറ്റ് വാസ് എ വൈബ്രൻറ്റ് ഡേ. പൂനെയിൽ നിന്ന് ആ ഒരു ഔട്ട്സ്കേർട്സ് ഓഫ് KBയിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു വിഷ്വൽസ് ഒക്കെ കാണാം. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ കിലോമീറ്റേഴ്സ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണാം. എത്ര കിലോമീറ്റേഴ്സ് ലെഫ്റ്റ് ടു ഗെറ്റ് ഇൻ ടു KB എന്ന് പറയുന്നത്. KBയിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് 2 സിറ്റീസ് ക്രോസ് ചെയ്തിട്ട് വേണം പോകാൻ. സിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വലിയ മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണെന്നൊന്നും. പക്ഷേ ഉള്ളതിൽ വെച്ചിട്ട് കുറച്ച് പോപ്പുലസ് ആയിട്ടുള്ളതും കുറച്ച് ഹാപ്പനിങ്, കുറച്ച് പീപ്പിൾ, ഷോപ്സ് അല്ലെങ്കിൽ കുറച്ച് ആക്റ്റീവായിട്ടുള്ള ഏരിയ ഒക്കെ ഉള്ള 2 സ്ഥലങ്ങളാണ്. വൺ ഇസ് ടുട്ടോങ് ആൻഡ് ദ അതർ വൺ ഇസ് സെറിയ എന്ന് പറയുമ്പം ആദ്യം ഞങ്ങളൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കറിയുന്ന ഒരു സിറിയ ഉണ്ടല്ലോ, പക്ഷേ സിറിയ അല്ല, ദിസ് ഇസ് സെറിയ, SERIA. ആൻഡ് അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഓണം പ്രോഗ്രാംസിൻ്റെ ഈ ഒരു കൺവെൻഷൻ ഹാളൊക്കെ ഉള്ളത് അവിടെയാണ്. ആൻഡ് ടുട്ടോങ് ഇസ് അനദർ സിറ്റി അല്ല, ഒരു പ്ലേസ് where there are lot of shops and all. ഈ പോകുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഭയങ്കര സീനിക്കാണ്. നമുക്കിങ്ങനെ ആകാശം ഭയങ്കര ക്ലോസ് ടു അസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇറ്റ്സ് സോ ബ്രൈറ്റ്, സോ ക്ലൗഡി. ഡസ്റ്റിൻ്റെ ഫൈൻ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ലാത്ത പോലെ തോന്നും. ഉണ്ടാവണം, പക്ഷേ കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് വെരി ലോ ഹിയർ. അതുകൊണ്ടാണ് ഇത്ര ക്ലാരിറ്റി അവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ സ്കൈ ഇങ്ങനെ എടുത്തായിട്ട് തോന്നിക്കുന്നത്. ആൻഡ് 2 ഭാഗത്തും നല്ല സീനിക്കായിട്ടുള്ള വ്യൂസൊക്കെയാണ്. കുറേ ട്രീസ് ആൻഡ് ഓൾ. ഹ്യൂമിഡിറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇടക്കിടക്ക് ഫോറസ്റ്റ് ഫയർസ് ക്യാച്ച് ചെയ്യാറുണ്ട്. നമ്മൾ കാണാറുമുണ്ട് അങ്ങനെ. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. Each sight, each sound, a memory to keep. In this adventure, dreams run deep. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. The Haveli restaurant, guys. Indian Haveli restaurant. On this road, every scene's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. Yeah, biryani.
had ordered 2 drinks and appetizer ആയിട്ട് ഒരു മസാല പപ്പടമാണ് കൊണ്ടുവന്നത്. and it was so yum. This Hyderabadi biryani was a total hit. വെരി യം ആൻഡ് ഡെലീഷ്യസ് ആയിരുന്നു. ഇത് വേറെ തന്നെ ബിരിയാണിയാണ്. ഇത് ഹൈദരാബാദി ബിരിയാണിയാണ്. വലിയ അരി ബസ്മതി റൈസിൽ ഉണ്ടാക്കുന്ന വേറെ തന്നെ ടേസ്റ്റിലുള്ള മസാലയൊക്കെ ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ ബന്ദാറിലും ബാക്കി ഇവിടെ വെച്ച് കാഴ്ചയിൽ വെച്ച ഏറ്റവും നല്ലൊരു ഹൈദരാബാദി ബിരിയാണി തന്നെയായിരുന്നു ഇത്. ആൻഡ് അതിൻ്റെ കൂടെ ഓർഡർ ചെയ്ത മറ്റേ പ്രോൺ കബാബ് വാസ് നോട്ട് സോ ഗുഡ്. അത് മാത്രം അതിൻ്റെ മസാല ഒന്നും രസം ഉണ്ടായില്ല. ബട്ട് അതർവൈസ് ഇറ്റ് വാസ് എ വെരി യം ഫുഡായിരുന്നു. ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്ന് കഴിച്ചതിന് ഒരു എന്താ പറയുക വേർത്തായിരുന്നു എന്ന് പറയാം. ബിക്കോസ് വി ബോത്ത് ലൈക്ഡ് ഇറ്റ് ഈക്വലി എക്സെപ്റ്റ് ഫോർ ദാറ്റ് പ്രോൺ സൈഡ് ഡിഷ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മളിവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നാണ്, സൂപ്പർ സേവിൽ. ആൻഡ് ദെൻ വി ഹാഡ് എ ഡ്രിങ്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്ന സീൻസാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. I hope you all enjoyed this Kutti Sunday vlog. ഇത് ഇവിടുന്ന് തീർന്നിട്ടില്ല. Actually we had some more fun on our way back. I hope I can share it soon. Thank you for watching.